ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള കുറച്ച് സാരീസ് വീണ്ടും കാണിക്കാനുണ്ട്. നമ്മൾ ലാസ്റ്റ് 2 വീഡിയോസിലായിട്ട് കുറച്ച് സാരീസൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സാരീസിനൊക്കെ ആ വീഡിയോയിലേക്ക് നല്ല റെസ്പോൺസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മുടെ അടുത്ത് കുറച്ച് ആൾക്കാർ വിഷുവിന് വേണ്ടിയൊക്കെ ആയിട്ടും ഒക്കെ ആയിട്ട് നോർമൽ ആയിട്ടുള്ള കേരള സാരീസ്, അതായത് ഫ്ലോറിലൊന്നും അല്ലാതെ നോർമൽ കേരള സാരീസ് കുറച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ, അങ്ങനത്തെ പാറ്റേൺസ് ഒന്ന് കാണിക്കാവോ എന്ന് പറഞ്ഞ പ്രകാരം നമ്മൾ കുറച്ച് കേരള സാരീസ്, വളരെ കുറച്ച് സ്റ്റോക്കേ നമ്മൾ കേരള സാരീസിൽ എടുത്തിട്ടുള്ളൂ. അപ്പൊ അങ്ങനത്തെ കുറച്ച് കേരള സാരീസിന്റെ സ്റ്റോക്കാണ് ഇത് കാണിക്കുന്നത്. അപ്പൊ താല്പര്യമുള്ളവർ നമ്മുടെ സ്ക്രീൻഷോട്ട് വാട്സ്ആപ്പ് ചെയ്താൽ മതി, നമുക്ക് സാരീസ് കാണാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു സാരിയാണ്. ഇതിനകത്ത് റോസ് ഗോൾഡ് ഫിനിഷിലുള്ള വീവിംഗ് ആണ് വന്നിരിക്കുന്നത്. ഇതിന്റെ മുന്താണി പോർഷനിലൊക്കെ വന്നിരിക്കുന്നത് ഇതുപോലെ. ഇതിന് ഫുൾ ബോഡി ഇതുപോലത്തെ ചെറിയ കുഞ്ഞു ചെക്സ് ആണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം റോസ് ഗോൾഡ് വീവിങ്ങിലാണ് ഒരു ചെക്സ് വന്നിരിക്കുന്നത്. അതുപോലെ ഈ ഒരു കരയുടെ നടുക്കൂടെയും ഇങ്ങനെ ഈ ഒരു ലൈൻസ് ആയിട്ട് ഈ റോസ് ഗോൾഡിൽ തന്നെ വന്നിരിക്കുന്ന പോലെ നല്ലൊരു പുതിയൊരു പാറ്റേണിലുള്ള നല്ല ഭംഗിയുള്ളൊരു ചെക്കും അതുപോലെ നല്ലൊരു ബോർഡറും ഒക്കെ നല്ല ഭംഗിയായിട്ട് ഉടുത്താൽ നല്ലൊരു എലഗൻ ലുക്കായിരിക്കും. ഇതിലാണ് ഈ ഒരു റോസ് ഗോൾഡ് ഫിനിഷിലുള്ള ബ്രൊക്കേറ്റ് ബ്ലൗസസോ അല്ലെങ്കിൽ പ്ലെയിൻ ഈ റോസ് ഗോൾഡ് ഇതിൽ വരുന്ന പോലെ സിൽക്ക് ബ്ലൗസസ് ഒക്കെ ഇട്ട് പെയർ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഞാനിത് ഒത്തിരി ഉടയ്ക്കുന്നില്ല, നൂർത്ത് ജസ്റ്റ് ഞാനിങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ. ഇതിൻ്റെ മുന്താണി പോർഷൻ വരുന്നതും ഇതിൻ്റെ ബോർഡറായിട്ട് വരുന്നതുമായിട്ടുള്ള സാരിയാണ്. നല്ലൊരു റിച്ച് ലുക്കും, അതായത് നല്ല സിമ്പിൾ ലുക്കും ഉള്ള പോലെ, അതായത് ഒത്തിരി ബ്രൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ മറ്റേ നമ്മൾ ഗോൾഡൻ കറിയൊക്കെ വരുമ്പോഴത്തേനും കുറച്ചും കൂടി ഒരു യെല്ലോയിഷ് ഷെയ്ഡ് വരും. അങ്ങനെയൊന്നും പ്രിഫർ ചെയ്യാതെ കുറച്ചൊരു സിമ്പിൾ ലുക്കായിട്ട്, ഇതിപ്പം നമുക്ക് കസവ് സാരി എന്നുള്ള രീതിനേക്കാളും അല്ലാതെ നോർമൽ വെയർ ആയിട്ടും, ഇപ്പം ഈവൻ ക്രിസ്ത്യൻസ് ഒക്കെ ആണെങ്കിലും ചേർച്ച് വെയർ ആയിട്ടും അല്ലെങ്കിൽ എന്ത് ഒക്കേഷന് വേണമെങ്കിലും അത്യാവശ്യം നല്ല റിച്ച് ആയിട്ട് ഫുൾ ബോഡിയിൽ ഈ ഒരു വീവിങ് ഇതുപോലെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു റിച്ച്നെസ് ഉള്ളൊരു സാരി. അതുപോലെ തന്നെ ഏത് ഏജ് ഗ്രൂപ്പിനാണെങ്കിലും ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു വിഷുവിന് വേണ്ടി സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതാണെന്ന് പറഞ്ഞാൽ പോലും നമുക്കിത് ഈ ഒരു സാരി നമുക്ക് ഏതൊരു ഒക്കേഷന് വേണ്ടി, ഇനിയിപ്പോൾ നെക്സ്റ്റ് ഓണത്തിനൊക്കെ വേണ്ടിയാണെങ്കിലും അല്ല നമുക്ക് നമ്മുടെ ഒരു വാർഡ്രോബ് കളക്ഷൻ ആയിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു ബോർഡറുള്ള നല്ലൊരു കളർ നല്ലൊരു ഈ ഒരു റോസ് ഗോൾഡ് ഫിനിഷിന് നല്ല ഭംഗിയായിരിക്കും ഈ ഒരു സാരി വരാനായിട്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സാരി. ഈ സാരിയുടെ റേറ്റ് 1400 ആണ്. ഒരു ഫുൾ ബോഡി ഇങ്ങനെ ചെക്സ് വരുന്നത് കൊണ്ട് ഇതിന് ഈ ഒരു റേറ്റ് വരുന്നത്. ഫുൾ ആ റോസ് ഗോൾഡ് ഫിനിഷിലുള്ള ചെക്സ് ഇതിന്റെ ഫുൾ ബോഡി വന്നിട്ടുള്ളത് പോലെ നല്ല രീതിയിലുള്ള ഒരു കര തന്നെയാണ് നമ്മൾ കൊടുത്തിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ സൈഡിൽ കൂടെ ഉള്ള കരയാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ആ ഒരു റേഞ്ച് പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ റോസ് ഗോൾഡ് ഫിനിഷ് തന്നെയുള്ളൊരു സാരിയാണ്. പക്ഷെ ഇതിനകത്ത് വരുമ്പോഴത്തേനും കര ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള കര, അതായത് നമ്മൾ മുമ്പേ കാണിച്ച കര എന്ന് പറയുന്നത് നടുക്കൂടെ ഒരു ലൈൻസ് ഒക്കെ ഉള്ള പോലെ. ഇത് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഒറ്റയൊരു കര പോലെ വരുന്ന ഒരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ഇതും റോസ് ഗോൾഡ് ഫിനിഷിൽ തന്നെയാണ്. ഈ ഒരു സാരിയുടെ ഫുൾ ബോഡി ഇതുപോലെ തന്നെ ചെക്സ് ഉണ്ട്. ഇതേട്ടോ, ഇതുപോലെ ഫുൾ ബോഡി ചെക്സ് വരുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞത് അത് മുമ്പേ കാണിച്ച അത്രയും റിച്ച് ആയിട്ടുള്ള ത്രെഡ്സ് അല്ല വരുന്നത്. അതായത് ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ട് കുഞ്ഞു ലൈൻസ് ആണ് വരുന്നത്. അത്ര ഇച്ചിരി സിമ്പിൾ ആയിട്ടുള്ള സാരീസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണിത്. കുറച്ചും കൂടെ അപ്പം അതിൻ്റെ ആ ഒരു റിച്ച്നെസ്സും കുറച്ചുകൂടെ കുറവാണ്. ഒത്തിരി നല്ല സിമ്പിൾ ആയിട്ട് ഈവൻ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും അല്ല എല്ലാ ഏജ് ഗ്രൂപ്പിനും യൂസ് ചെയ്യാൻ പറ്റും. സിമ്പിൾ സാരീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റുന്ന ഒരു പാറ്റേൺ ആണിത്. എന്നാലും ഇത് നല്ല ഭംഗിയുള്ള ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഓണിയൻ ഷെയ്ഡ് ബ്ലൗസിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു റോസ് ഗോൾഡ് ഫിനിഷ് വരുന്ന സിൽക്ക് ബ്ലൗസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഫുൾ സാരി ഉടുത്ത് വരുമ്പോഴത്തേനും നല്ലൊരു ലുക്കായിരിക്കും. ഇതാണ് നമ്മുടെ സെക്കൻഡ് സാരി. ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 1045 ആണ്. 1045 ആണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഒരു കോപ്പർ കളറാണ്. കോപ്പർ എന്ന് പറഞ്ഞാലും നമുക്ക് നോർമലി കാണാറുള്ള പോലത്തെ ഒരു ബ്രൈറ്റ് കോപ്പർ കളറല്ല. അതായത് നമ്മൾ കോപ്പർ വീവ് പൊതുവെ കാണുമ്പോൾ ഒരു ഇച്ചിരി ഇരുളിമയുള്ള പോലെ, അതായത് ഒരു ഗോൾഡിന് കുറച്ചൊരു ആൻറ്റിക് ഒരു ഇരുളിമയുള്ള പോലത്തെ കോപ്പർ വീവാണ് കാണാറ്. ഇത് അങ്ങനെയല്ല. ഇതൊരു കോപ്പറും റോസ് ഗോൾഡും കൂടെ ഒക്കെ ഒരു മിക്സ് ആയിട്ടുള്ള പോലെ ഒത്തിരി ഇരുളിമ ഇല്ലാത്ത പോലത്തെ ഒരു വീവാണ് ഇത്. നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ വീവ് കാണാനും അതിനേക്കാളും ഇതിൻ്റെ ബോഡി പാർട്ട് കാണാനും നല്ല ഭംഗിയുള്ള ഒരു ടൈപ്പ് സാരി ഇത് വന്നിരിക്കുന്നത്. ഫുൾ ബോഡി പറഞ്ഞ പോലെ ആ ഒരു വ്യൂ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ബോഡിയിലൂടെ എല്ലാം ആ വ്യൂ വന്നിട്ടുണ്ട്. ഫുൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ ആണെങ്കിലും മൈന്യൂട്ടായിട്ട് ഉള്ള വീവ്സ് ഫുൾ ഇത് ഡാർക്കായിട്ടുള്ള ലൈൻസ് വന്നിട്ടുണ്ട്. അതുകൂടാണ്ട് ഇതിൻ്റെ ഇടവശവും നിറച്ചും ആ ഒരു കോപ്പർ കളർ ത്രെഡ് വെച്ചിട്ടുള്ള ബീഡ്സ് വന്നിട്ടുണ്ട്. അത് ഈ സാരിയുടെ കളർ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നത് ഫുൾ ഷൈനിങ് ഉള്ള ടൈപ്പ്
സാരിയാണ്. ഷൈനിങ് എന്ന് ഉദ്ദേശിച്ചാൽ ഇങ്ങനെ എറിച്ച് നിൽക്കുന്നത് പോലെയോ തിളങ്ങി നിൽക്കുന്ന പോലത്തെ ഉള്ള ഷൈനിങ് അല്ല. പക്ഷെ നമ്മൾ ഒരു ടിഷ്യൂ സാരിയെ കൊടുക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഫീല് നമുക്ക് വരുന്ന പോലത്തെ ഒരു സാരിയുടെ ടിഷ്യൂ അല്ല മെറ്റീരിയൽ. നമ്മൾ സാധാരണ നമ്മുടെ ഹാൻഡ്ലൂം മെറ്റീരിയൽ തന്നെയാണ്. പക്ഷെ ഇതിനകത്ത് ഫുൾ ബോഡി ഫുള്ളായിട്ട് വീവ് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു ടിഷ്യൂ സാരിയുടെ ഫിനിഷ് വരുന്ന പോലെ ഫുള്ളായിട്ട് ആ ഒരു ഗോൾഡൻ ഇത് വരുന്ന പോലത്തെ ഒരു സാരിയാണ്. അതിൽ ഫുൾ ഇതുപോലത്തെ ലോങ് സ്ട്രൈപ്സ് വരുന്നത് കൊണ്ട് തന്നെ ഞാൻ നേരത്തെ ഒരു സാരിയിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ നമുക്ക് ഇതുപോലെ സ്ട്രൈപ്സ് താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് വണ്ണമുള്ളവർക്കൊക്കെ ആണെങ്കിലും അല്ലെ ആർക്കാണെങ്കിലും ഉടുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഹൈറ്റ് തോന്നുന്ന പോലെ തോന്നും, വെർട്ടിക്കൽ സ്ട്രൈപ്സ് വരും. അപ്പം അങ്ങനെയുള്ള സാരിയാണിത്. നല്ല ഭംഗിയാണ്, ഇതിന്റെ ബോഡി കാണാൻ തന്നെ നല്ല ഭംഗിയാക്കുന്നുണ്ടോ. സാധാരണ സാരിയൊക്കെ വരുമ്പോൾ എപ്പോഴും ഈ കേരള സാരിയുടെ ബോഡി പാർട്ട് പ്ലെയിൻ ആയിരിക്കും. അപ്പൊ ഈ പറഞ്ഞ പോലെ അത്രയും ഭംഗിയും ഈ ബോർഡറിന് മാത്രമേ വരത്തുള്ളൂ. അപ്പൊ ഇതിൽ വരുമ്പോഴത്തേനും ഫുൾ സ്ട്രൈപ്സും അതിന്റെ ഇടയ്ക്കൂടെ മൊത്തം ഈ ഒരു വീവിങ് പാറ്റേണൂടെ വരുമ്പോഴത്തേനും നല്ല റിച്ച് ലുക്കുണ്ട്. ഇതിന് നമുക്ക് നോർമൽ ഒരു കേരള സാരി മാത്രമായിട്ടല്ലാതെ നല്ലൊരു പാർട്ടി വെയർ ആയിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ചർച്ച് വെയർ ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒക്കേഷനൊക്കെ ആണെങ്കിലും ബാപ്റ്റിസം പോലുള്ള ഫംഗ്ഷൻസിനാണെങ്കിലും അല്ലെ ഹൗസ് വാമിംഗ് പോലുള്ള ഫംഗ്ഷൻസിനാണെങ്കിലും ഇനിയിപ്പം അമ്പലത്തിലൊക്കെ പോകാൻ അങ്ങനെയൊക്കെ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും അതുപോലെ ഈ വിഷുവിനാണെങ്കിലും അതുപോലെ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോഴൊക്കെ ആണെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന പോലത്തെ നല്ലൊരു റിച്ച് ലുക്കുള്ളൊരു കേരള സാരിയാണ്. നമ്മൾ നോർമലി കണ്ടുവരുന്ന പോലത്തെ കേരള സാരീസ് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കുറച്ചൊരു ഡിഫറൻസ് ഉള്ളതുപോലെ കുറച്ചും കൂടി ആ ഒരു കരയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ ഈ കളറിനാണെങ്കിലും ഒക്കെ ഇച്ചിരി ഡിഫറൻസ് നമ്മൾ നോർമലി കണ്ടുവരുന്നതിനേക്കാളും കുറച്ചുകൂടി ഒരു ഡിഫറൻസ് ഉള്ള പോലത്തെ പാറ്റേൺസ് എടുത്ത് വെക്കാനാണ് കൂടുതലും ശ്രമിച്ചത്. അപ്പം അത് നമ്മളുടെ ഒരു കസ്റ്റമേഴ്സിന്റെ ആഗ്രഹവും അങ്ങനെയായിരുന്നു. കുറച്ചും കൂടി നമ്മൾ എപ്പോഴും കാണുന്ന പോലത്തെ കോമൺ ആയിട്ടുള്ള കേരള സാരീസ് അല്ലാതെ കുറച്ചും കൂടി നമുക്ക് എല്ലാ കാറ്റഗറി പെടുന്ന ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന പോലത്തെ സാരീസ് എടുത്തു വെക്കാനായിരുന്നു ഇഷ്ടം. അപ്പൊ ആ പ്രകാരം നമ്മൾ എടുത്തു വെച്ച ഈ ഒരു സാരിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 1175 ആണ്. 1175 rupees ആണ് ഈ ഒരു സാരിയുടെ പ്രൈസ്. അപ്പൊ ഈ 3 സാരീസ് നമ്മൾ ഈ 3 പാറ്റേൺ നമ്മുടെ കയ്യിൽ സ്റ്റോക്കിലുണ്ട്. ഈ പാറ്റേൺ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് സെൻഡ് ചെയ്ത് തന്നാൽ മതി. നമ്മളിവിടെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് നമുക്ക് ഇതിന്റെ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത് തന്നാൽ നമ്മൾ അതിനനുസരിച്ച് ഡിസ്പാച്ച് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ സാരീസ് ഇതുപോലത്തെ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വീണ്ടും കൊണ്ടുവരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ട്, ഏതെങ്കിലും പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ടൈപ്പ് സാരീസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതൊക്കെ നമ്മളെ ഇൻഫോം ചെയ്താൽ നമ്മൾ വീണ്ടും നെക്സ്റ്റ് സ്റ്റോക്സ് ഒക്കെ കൊണ്ടുവരുമ്പോൾ അതൊക്കെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആരെങ്കിലും ഒക്കെ ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.